ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ട കമൻറ്റ് ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കണം. ഇപ്പോൾ മണി 5 മണിയായി. ഇതുവരെ ചോറൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. പുറത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല, നല്ല തണുപ്പുണ്ട്. ഞാൻ തന്നെ ഒരു 3 ജോഡി ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇപ്പം തന്നെ. അപ്പം തണുപ്പ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ചൂടൊക്കെ സഹിക്കാൻ പറ്റും, തണുപ്പ് ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ എ സിയുടെ ഗ്യാപ്പിൽ കൂടി നമുക്ക് ഉള്ളിലോട്ട് കാറ്റടിക്കുമ്പോൾ തണുപ്പിങ്ങനെ കാറ്റിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ മൂടി വെച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ ചൂടാകുമ്പോഴത്തേനും ഇത് അഴിച്ചു മാറ്റുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇത് മൂടി കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് യോഗ മാറ്റാണ്. അപ്പോൾ യോഗ മാറ്റ് വെച്ച് ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്നത്തെ ഫുഡ് ഏതാണ്ട് ചോറ്, പിന്നെ ഇറച്ചിക്കറി, പപ്പടം, ഇത്രയാണ് ചോറ്. ശരി, ഇത്രയാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ്. അപ്പോൾ സമയം 5 മണിയൊക്കെ കഴിയും. ഈ സമയത്താണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വരുന്നത്. പോയതൊരു ഇച്ചിരി താമസിച്ചു കേട്ടോ. ഇപ്പം തണുപ്പ് കാരണം എല്ലാം നല്ല ഉറഞ്ഞിരിക്കുകയാണ്, എല്ലാം തണുപ്പ് പിടിച്ചിരിക്കുകയാണ് ഫുഡൊക്കെ. ചോറും പപ്പടവും ചിക്കൻ കറിയും കഴിക്കട്ടെ. നമ്മൾ പുറത്ത് എ സിൻ്റെ ബാക്ക് ഫുള്ള് മറിച്ചല്ലോ. അപ്പോൾ അത് മറിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പിൽ കൂടി ആയാലും കാറ്റുള്ളിലോട്ട് വരും. ഇപ്പം തന്നെ ദാ ഇത് ഏറ് നിൽക്കുകയാണ് ഇതിനകത്ത്, കണ്ടോ? ഇത് നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. 4 ചുറ്റും സ്റ്റിക്കറും കവർ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റ് വീശുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര തണുപ്പാണ്. പ്രത്യേകിച്ച് ഈ റൂമിൽ ഭയങ്കര തണുപ്പാന്ന് ഞങ്ങളുടെ മാമായും പറഞ്ഞു. കാരണം ഇവിടുത്തെ ഈ റൂമിലും ബാബായുടെ റൂമിലും ഭയങ്കര തണുപ്പാണെന്നാണ് പറയുന്നത്. ബാക്കി അവരെ ഉള്ളിൽ വേറെ റൂമിലോ ഹാളിലോ ഒന്നും ഇത്ര തണുപ്പില്ല കേട്ടോ. ഭയങ്കര തണുപ്പാണ്. പിന്നെ കയ്യിലും കാലിലൊക്കെ സോക്സ് ഇടണമെന്ന് ഇങ്ങനെ പറയും. പക്ഷേ എനിക്കാണെങ്കിൽ കാലിലൊക്കെ സോക്സ് ഇട്ട് അതിനകത്ത് ഉള്ളിൽ എന്തോ കുത്തിക്കയറുന്ന പോലെ ഒരു ഫീലിംഗ്. അവിടെ ഞാൻ സോക്സ് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ഹീറ്റർ മേടിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഹീറ്റർ മേടിച്ച് വെക്കാൻ നമ്മുടെ ഈ കോക്കോസും പീനട്ടും ബട്ടറൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഹീറ്റർ മേടിച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് സമയത്താണ് പറന്നു വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതിനകത്ത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്രൈ ആയി പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അത് മേടിക്കുന്നില്ല. പിന്നെ അതുപോലെ നമുക്കും പേടി, നമ്മൾ രാത്രിയൊക്കെ ഓണാക്കിയിട്ട് കിടന്നു കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാതെ കയ്യോ കാലൊക്കെ തട്ടി. പിന്നെ ഇവിടെ തന്നെ തുണിയും എല്ലാം ആണല്ലോ. അപ്പോൾ നമുക്ക് സ്പേസ് വളരെ കുറവായതുകൊണ്ട് എനിക്കതും പേടിയാണ് കേട്ടോ, അതിങ്ങനെ മേടിച്ച് വയ്ക്കാനും. പിന്നെ ഈ കാലിൻ്റെ തണുപ്പ് എങ്ങനെ ഞാൻ മാറ്റുന്നെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഞാനൊരു കാര്യം കാണിച്ചു തരേ, ഒന്ന് വെയിറ്റ് ആക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അടുത്ത വിദ്യ. ഇതെന്തോന്നറിയാവോ? ഇത് ഹോട്ട് ബാഗാണ്. നമ്മൾ വയറുവേദനയ്ക്ക് നടുവേദനയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ ചൂടുവെള്ളം പിടിച്ചിട്ട് വെക്കൂലേ, ആ ഹോട്ട് ബാഗാണേ. ഇതിനകത്ത് ഞാൻ നിറച്ച് ചൂടുവെള്ളം ആക്കുവാണേ. ഇവിടെ പിന്നെ പൈപ്പിൽ ചൂടുവെള്ളം ഉള്ളത് കൊണ്ട് ഇവിടെ ഹീറ്റർ ഓണാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ പിടിക്കാം. അപ്പോൾ അതാണ്ടേ വെള്ളം പിടിച്ചിട്ടുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. ഹീറ്ററിൽ നിന്ന് നേരെ വരുന്ന നല്ല തിളപ്പാണ്, നല്ല ചൂടാണ്. പിന്നെ ഇതിൻ്റെ കവർ ഇതിൻ്റെ ഒരു ബാഗ് ഉണ്ട് കേട്ടോ. കാരണം ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളിപ്പോവും. അപ്പോൾ അതൊന്ന് ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു കവർ ഇട്ടിട്ടുണ്ട്. ഇത് ഞാനിനി എന്ത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിറച്ച് നല്ല ചൂടുവെള്ളം നിറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ചൂട് നമുക്ക് പുറത്ത് നല്ലപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കാലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. രാത്രി കിടക്കാൻ നേരത്ത് ഇതിങ്ങനെ കാലിൻ്റെ മണ്ടയിൽ ഇങ്ങനെ രണ്ടിലും വെച്ചാണ് ഇങ്ങനെ കിടക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ച് തണുപ്പ് കുറഞ്ഞ് കിട്ടും. കാരണം കാലിലെ തണുപ്പ് മാറിയാലേ നമ്മുടെ ബോഡി ഫുള്ള് തണുപ്പ് മാറത്തുള്ളൂ. അപ്പം നമ്മുടെ കാല് തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് ശരീരത്തെ തണുപ്പ് മാറിക്കിട്ടാൻ. അപ്പം ഞാൻ ചെയ്യുന്ന വിദ്യ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഈ 2 വർഷവും ഞാൻ ഈ ഹോട്ട് ബാഗിൽ വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല. ഞാൻ ഈ ഹോട്ട് ബാഗ് തണുപ്പ് സമയമാകുമ്പോൾ മാത്രം ഒന്ന് പുറത്തെടുത്തിട്ട് ഇതിനകത്ത് ചൂടുവെള്ളം നിറച്ച് ഇതുപോലെ ചെയ്യാറാണ് പതിവ്. അതൊക്കെ ഇങ്ങനെ ഇരിക്കും, ഈ ഹോട്ട് ബാഗിനകത്ത് ഇങ്ങനെ വെള്ളം ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇതാർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെയും ഒന്ന് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ എന്താണ്, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. അപ്പം കോക്കോയും പീനട്ടും ബട്ടറും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരെ ഇവിടെ പുറത്തിറപ്പിക്കുന്നില്ല കേട്ടോ. വലുതായിട്ടങ്ങ് ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വന്ന് അപ്പിയിട്ടൊക്കെ വയ്ക്കും. അപ്പോൾ അത് വലിയ ജോലിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വലുതായിട്ട് അങ്ങ് തുറന്നു വിടുന്നില്ല, എന്നാലും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തുറക്കാറുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളപ്പോൾ അവർ ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്സ് ചെയ്യുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊന്നുമില്ല, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ലൈവ് അവസാനിപ്പിക്കുന്നു. ടാറ്റ ബൈ ബൈ. എനിക്കിപ്പോൾ ജോലിക്ക് പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.